ടു മൈ യൂട്യൂബ് ചാനൽ. 555 ടറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 555 ഏഞ്ചലിൻ്റെ മൂന്നാമത്തെ ചാനലാണ്. നമ്മൾ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പലവരും പരാതി പറഞ്ഞു, രണ്ട് ചാനലും ഒരുപോലെ പേര് കാണണം, കാരണം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ചാനലിൻ്റെ പേര് തേർഡ് ചാനലാണിത്. 555 ഏഞ്ചലിൻ്റെ തേർഡ് ചാനലാണിത്. ഇതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, 555 ടറോട്ട് ഡിലൈറ്റ്ഫുൾ സോളാണ്. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുമോ? ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ തീരുമാനവും മാനസികാവസ്ഥയും എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ബ്രേക്കപ്പ് സിറ്റുവേഷൻ, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗൈഡൻസ്, തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗൈഡൻസ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, ഔട്ട് ചെയ്യുക, പോസിറ്റീവായിട്ട് ഇരിക്കുക. വേറെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണെങ്കിൽ കാണരുത്. ഓക്കെ, നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് ഇത് കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ? ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ തീരുമാനവും മാനസികാവസ്ഥയും എന്താണ്? ലെറ്റ് സീ അവർ സ്പ്രെഡ്. ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ദ ഏസ് ഓഫ് എയർ ആണ്. ഓക്കെ, ഫയർ ആണ്. ഓക്കെ, ദെൻ ദ സെക്കൻഡ് കാർഡ് വിൽ ബി ദ സ്റ്റേറ്റസ് IQ. ഓക്കെ, ആൻഡ് ഓൾസോ ദ തേർഡ് കാർഡ് ദ ട്രൂത്ത്. And also the fourth and the fifth card will be the flying and the metamorphosis. Okay, so നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവസാനം കുറച്ച് ഏഞ്ചൽ മെസ്സേജസ് എടുക്കുന്നുണ്ട്. കുറച്ച് ഏഞ്ചൽ മെസ്സേജസും ലവ് മെസ്സേജസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചിട്ടൊക്കെ റീഡിങ് നോക്കുക. നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കരുത്, പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാം. അപ്പോൾ നമുക്കിവിടെ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏസ് ഓഫ് ഫയർ ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ വളരെയധികം ബോൾഡ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സണെ നിങ്ങളോടുള്ള പാഷൻ എന്ന് പറയുന്നത് അത്രയും വലുതാണ്. ഓക്കെ, അത്രയും വലുതായിട്ടുള്ളൊരു പാഷനാണ് ഈ പേഴ്സണ് നിങ്ങളോടുള്ളത്. അതായത് നിങ്ങളുടെ പുറമേ ഉള്ള സൗന്ദര്യം കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധി കൊണ്ടായിരിക്കാം, നിങ്ങളുടെ സ്വഭാവ രീതി കൊണ്ടായിരിക്കാം. ഈ പേഴ്സൺ എന്തുകൊണ്ടോ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം പോസിറ്റിവിറ്റി ഉള്ള, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുമ്പോൾ ഈ പേഴ്സണ് വളരെയധികം ആകർഷണീയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷനാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളോടുള്ള മനോഭാവം ഒരിക്കലും നെഗറ്റീവ് ആകില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ വളരെ ബോൾഡ് ആണെന്നും വളരെ പോസിറ്റീവ് ആണെന്നും എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, എന്തുമായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ തന്നെയാണ്. അത് പോസിറ്റീവ് തന്നെയാണ്, ഒരിക്കലും നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഓൾസോ നിങ്ങളെ പുറമേ കാണുമ്പോൾ ഒരുപക്ഷെ ഈ പേഴ്സൺ നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ ഇറങ്ങിപ്പോ, ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെ ഈ പേഴ്സൺ പറയുന്നുണ്ടാകാം. പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പേഴ്സൺ വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ എന്നുള്ളതാണ്. നമുക്ക് സ്റ്റാറ്റസ് ക്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് പ്രത്യേകിച്ച് ഒരു എനർജിയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. കൂടുതലായിട്ടുള്ള എനർജിയും ഇല്ല, കുറവായിട്ടുള്ള എനർജിയും ഇല്ല. ഒരു മീഡിയം ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതായത് വളരെയധികം ദേഷ്യവും കാണുന്നില്ല, അതേസമയം വളരെയധികം പ്രണയവും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, വളരെയധികം ദേഷ്യവും ഒന്നും കാണിക്കുന്നില്ല. ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം അങ്ങനത്തെ ഉള്ള ഫീലിങ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. സമയം വളരെ റൊമാൻറ്റിക്, വളരെ സ്നേഹം, ആ ഒരു അവസ്ഥയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. ഒരു മിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മീഡിയം ആയിട്ടുള്ള എനർജിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇതിൽ പലവരും ഇന്നർ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. പ്രോപ്പറായിട്ടൊക്കെ ഇന്നർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ
നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ടാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ കുറേ നാളുകളായിട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് മടുപ്പൊക്കെ തോന്നിയേക്കാം, മടി തോന്നിയേക്കാം. പക്ഷേ അതിലേക്കൊന്നും നിങ്ങൾ പ്രാധാന്യം കൊടുക്കാതെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. കാരണം ഇവിടെ കഴിയുന്നത്ര നെഗറ്റീവ് എനർജി നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് നെഗറ്റീവ് എനർജി കംപ്ലീറ്റ്ലി കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പം അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ ചിന്തകളും സ്വഭാവങ്ങൾക്കും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിന്തകൾക്കും സ്വഭാവങ്ങൾക്കും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നതല്ല ഈ പേഴ്സൺ ബിഹേവ് ചെയ്യുന്നത്. കാരണം ഈ പേഴ്സൺ മനസ്സിൽ ചിന്തിക്കുന്നതല്ല ഈ പേഴ്സൺ പെരുമാറുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒരുപക്ഷെ ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം ഉണ്ടാകാം, പക്ഷേ പെരുമാറി വരുമ്പോൾ അത് ദേഷ്യമായി മാറുന്നു. ഓക്കെ, മനസ്സിൽ സ്നേഹം ഉണ്ടാകാം, പക്ഷെ നിങ്ങളുടെ അടുത്ത് പെരുമാറി വരുമ്പോൾ അതെന്തുകൊണ്ടോ ദേഷ്യമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാത്തത്. കാരണം അവിടെ ഒരു ബാലൻസിങ് എനർജി തീർച്ചയായിട്ടും വരേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ റിയൂണിയൻ ആകാൻ വേണ്ടിയിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ട്രൂത്ത് ആണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അതൊരുപക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ട്രൂത്ത് ഇപ്പം മറഞ്ഞു നിൽക്കുന്ന ഒരു രഹസ്യം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന കാര്യം എന്താണോ അത് തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും മറഞ്ഞു കിടക്കുന്ന ഒരു തടസ്സമായിട്ട് കാണിക്കുന്നത്. അതൊരുപക്ഷെ ജാതക പ്രശ്നമായിരിക്കാം, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, റിലീജിയസ് പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇവിടെ വന്നിട്ടുണ്ടാകാം. അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സത്യസന്ധമായിട്ടുള്ള കാര്യം പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. അതായത് ആ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയുന്നില്ല, ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം റിയൂണിയന് തടസ്സം നിൽക്കുന്നത്, അതായത് ഈ ഒരു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു കാര്യം റിയൂണിയന് വളരെയധികം തടസ്സം വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രഹസ്യം എപ്പോഴാണോ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നത് അപ്പോഴായിരിക്കും നിങ്ങൾക്കിടയിൽ ഒരു റിയൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയാനാണെങ്കിൽ ഫൈനൽ ഔട്ട്കം ആണ് ഓഫ് ദിസ് റീഡിംഗ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓവറോൾ എനർജിയാണ് നിങ്ങളുടെ ആണെങ്കിലും പേഴ്സൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഏഞ്ചൽസിന്റെ അഫർമേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാകാം, അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ഹെൽപ്പ് തേടുന്നുണ്ടാകാം, സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തിലൊക്കെയാണോ നിങ്ങൾ പെട്ടുപോയി അല്ലെങ്കിൽ ഇനി മുന്നോട്ടൊരു ജീവിതമില്ല എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏഞ്ചൽസിന്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ ബ്ലെസ്സിങ്സ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സത്യം പുറത്തു വരും. അതായത് ഈ പേഴ്സൺ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ എന്താണോ അത് എന്തായാലും നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഇത്രയും കാലം കാത്തിരിക്കുന്നത് പോലെ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. നിങ്ങളെ തേടി ഒരു സന്തോഷ വാർത്ത എത്തുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ടോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തത്, നിങ്ങൾ എന്തൊക്കെ പ്രാർത്ഥനകളാണോ ചെയ്തത്, നിങ്ങൾ എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്തത് അതെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരികയാണ്. ഓക്കെ, നിങ്ങളുടെ കഷ്ടപ്പാടിന് ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ചിറക് തീർച്ചയായിട്ടും ഇൻവിസിബിൾ ചിറകുകളാണ്. അതായത് നമ്മൾക്ക് കാണാൻ പറ്റാത്ത ചിറകുകളാണ്, ഇൻവിസിബിൾ ആണ്. പക്ഷെ ആ ഒരു ചിറക് അവിടെ മാജിക് പോലെ ഈ ഒരു കുതിരയ്ക്ക് വരികയും ഈ കുതിര പറക്കുകയുമാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അത് നിങ്ങളുടെ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റുന്നില്ലായിരിക്കാം. നിങ്ങളും ഈ പേഴ്സണും വളരെയധികം ഈ പ്രശ്നങ്ങളിൽ പെട്ടുപോയിട്ട്
കഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ഇതിൽ നിന്നും നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാകാം എപ്പോഴാണ് ഈ പ്രശ്നങ്ങളിൽ നിന്നും ഒന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നതെന്നുള്ളത്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ട് വിഷമിക്കുന്നുണ്ടാകാം, നിരാശപ്പെടുന്നുണ്ടാകാം. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ഒരവസരം യൂണിവേഴ്സ് കൊണ്ട് തരുന്നുണ്ട്. ആ ഒരു അവസരം നിങ്ങൾ കയറി പിടിച്ചാൽ മതി, അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്കൊരു മാജിക് പരമായിട്ട്, അതായത് ഈ കുതിരയ്ക്ക് ഈ ഒരു ചിറകുകൾ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് എന്തോ ഒരു ഹെൽപ്പ്, നിങ്ങൾക്ക് എന്തോ ഒരു സഹായം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരോ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ആ ഒരു ഹെൽപ്പ് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചോളണം. ഓക്കെ, പിന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നെക്സ്റ്റ് മെറ്റാമോർഫിസിസ് ആണ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ എനർജി വളരെയധികം ചില സമയത്ത് നിങ്ങളുടെ എനർജി വളരെയധികം ലോ എനർജിയായി പോകുന്നുണ്ട്. അത് നിങ്ങൾ വിഷമിക്കുകയും ഈ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ എനർജി നല്ല രീതിയിൽ ഡ്രെയിൻ ആയി പോകുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. സോ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊന്നും വേണ്ട. പോസിറ്റീവായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്ത് പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് നോക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരികയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് എന്തോ ചീത്ത സ്വഭാവമൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണുമാണ് അത് അഡിക്ഷൻസ് ആയിരിക്കാം. ഓക്കെ, ഓവർ തിങ്കിങ്, ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ, അതിലേക്കൊന്നും നിങ്ങൾ പോയി വീഴാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ അനാവശ്യമായിട്ടുള്ള പേടിയും നിങ്ങളെ നല്ല രീതിയിൽ അനാവശ്യമായിട്ടുള്ള പേടിയും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കും നിങ്ങൾ പോകാതിരിക്കാനായിട്ട് നോക്കണം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൺ ആണ്. നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ എന്തൊക്കെയോ കാര്യം നഷ്ടപ്പെടുത്തേണ്ടി വരും. മനസ്സിലായോ? അതാണ് കാരണം. ആ കാര്യം എന്താണ് എന്നുള്ളത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ റിയൂണിയൻ ആവാനായിട്ട് തടസ്സം വരുന്നത്. അപ്പോൾ ആ ഒരു സത്യം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയും. ആ ഒരു സമയത്ത് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഈ വ്യക്തിക്ക്. അതായത് പല കാര്യങ്ങളും വേണ്ട എന്ന് വെക്കേണ്ടി വരും. അതിനുശേഷം മാത്രമായിരിക്കും നിങ്ങളായിട്ട് ഒരു ജീവിതം ഉണ്ടാവുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് കിട്ടിയിട്ടുള്ളത്. ഏഞ്ചൽ മെസ്സേജസ് എടുക്കാം. ഏഞ്ചൽസ് പറയുന്നത് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ്. എന്തായാലും സാഹചര്യം നല്ല രീതിയിൽ ഇംപ്രൂവ് ആകുന്നതായിരിക്കും. ഓക്കെ, സിറ്റുവേഷൻ നല്ല രീതിയിൽ ഇംപ്രൂവ് ആകും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങളെ തേടിയിട്ട് നല്ലൊരു ഹെൽപ്പ്, നല്ലൊരു സഹായം നിങ്ങളെ തേടിയിട്ട് വരുന്നുണ്ട്. അത് നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ തേടിയിട്ട് നല്ലൊരു സഹായം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് റാൻഡമായിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ലവ് മെസ്സേജസ് നോക്കാം. യെസ്, ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. യെസ്, യു നോ മീ ബെറ്റർ ദാൻ ഐ നോ മൈസെൽഫ്. അപ്പോൾ ഈ പേഴ്സണെ സ്വന്തമായിട്ട് അറിയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്കാണ് ഈ പേഴ്സണെ അറിയാവുന്നത് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഐ ലവ് ദ വേ യു റൺ യുവർ ഹാൻഡ്സ് ത്രൂ മൈ ഹെയർ. അതായത് ഈ വ്യക്തിയുടെ മുടിയിലൊക്കെ നിങ്ങൾ തലോടുന്നത് വളരെ ഇഷ്ടമാണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കും ഇഷ്ടമായിരിക്കാം. ദ വേ യു വാക്ക്, ടോക്ക്, സ്മൈൽ ഓർ ലാഫ് ഓർ ഈവൻ ക്രൈ ജസ്റ്റ് മെൽറ്റ് മൈ ഹാർട്ട്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയം വളരെ പെട്ടെന്ന് തന്നെ ഒരു മഞ്ഞുകട്ട പോലെയാണ്. മഞ്ഞുകട്ട എങ്ങനെയാണ് പെട്ടെന്ന് ഉരുകും അല്ലേ? അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സ് അതുപോലെയാണ്. പക്ഷെ ചില നെഗറ്റീവ് എനർജീസ് ആണ് ഈ പേഴ്സണെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അതെന്താണെന്നുള്ളത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നതായിരിക്കും. അതോടുകൂടി നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീരും. ഐ ലവ് ദ വേ യു റൺ. യെസ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ യു ക്യാൻ ഗെസ് വാട്ട് ഐ ആം ഗോയിങ് ടു സേ. അപ്പോൾ ഈ പേഴ്സൺ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും ഈ പേഴ്സൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നിങ്ങൾ ഒരുപക്ഷെ ഈ പേഴ്സണോട് തുറന്ന് ചോദിക്കുന്നില്ല, തുറന്ന് പ്രകടിപ്പിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ അത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ പേഴ്സണായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പറയും. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുറച്ച് ലവ് മെസ്സേജസും ഏഞ്ചൽ മെസ്സേജസും പിന്നെ കാർഡ്സ് വെച്ചിട്ടുള്ള ഇതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെയാണ് കംപ്ലീറ്റ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും റിയൂണിയൻ പോസിബിൾ ആവും. നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഹെൽപ്പ് വരുന്നുണ്ട്, ഒരു സഹായം യൂണിവേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.